ഇപ്പോഴുള്ളത് മുജാഹിദ് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. എന്നിട്ട് അബ്ബറ വന്നിട്ട് മൂപ്പര് പറഞ്ഞത് ഇഫായി മുഹ്യദ്ദീൻമാല തള്ളുക, ഇഫായിമാല തള്ളുക, കുതുബിയത്ത് തള്ളുക. എത്ര സുഖ ഇത് പറയാനാ മുജാഹിദ് പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ശരിയാണ്, നിങ്ങളത് പറയാൻ തന്നെ നിലകൊള്ളുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് മാത്രം തള്ളുന്നവരല്ല. എന്നാലല്ല ഇപ്പൊ ഞമ്മക്കതിലൊരു സങ്കടമുള്ളൂ. നിങ്ങൾ ഇതിനപ്പുറം തള്ളിയവരാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതിനപ്പുറവും തള്ളി, എല്ലാം തള്ളി, ദീനിനെ ഒന്നാകെ തള്ളി, പ്രവാചകരെ തള്ളി. നോക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയുകയല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളെ വരെ നിങ്ങൾ തള്ളുകയാണ്. മുഹ്യദ്ദീൻമാലയും കുതുബിയത്തിനും റാത്തീബിനും മാത്രമല്ല തള്ളട്. ഞാനൊരു മൗലവി പ്രസംഗിക്കുന്നത് കേൾപ്പിച്ചു തരാം. അയാൾ ചങ്ക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്രോശിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. എന്താ പറയുന്നത് എന്നറിയോ? അല്ലാ, ശംസുൽ ഉലമയെ നിങ്ങൾ തള്ളുക, ഖമറുൽ ഉലമയെ നിങ്ങൾ തള്ളുക, താജുൽ ഉലമയെ നിങ്ങൾ തള്ളുക. മൂപ്പര പറച്ചിൽ കേട്ടാൽ ആ സ്ക്രീനിൽ നിങ്ങളുടെ പുറത്തേക്ക് ചാടുക മൂപ്പര് തോന്നിപ്പോവും. ആ ജാതി ബഹളാണ്. കേട്ടോളൂ നിങ്ങൾ, ഒന്ന് കേൾക്കിയാലെ പ്രസംഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശി ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. എന്താ മൂപ്പരമട്ടം? എന്താ ഈ മനുഷ്യന്മാർ അതിന് പാൻറ് ഇട്ടിക്കുന്നത് തന്നെ സ്വർഗത്ത് ഓടാൻ വേണ്ടി കാരണം, അല്ലാതെ എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊരു വിഡ്ഢിത്താണ് ഈ മനുഷ്യൻ ഈ പറയുന്നത്. ഇങ്ങനെ അന്തം വിട്ട് മയക്ക കിട്ടി അങ്ങോട്ട് ആക്രോശിക്കുന്നേ. മൂപ്പർ നേരെ സ്വർഗത്ത് ആളെ തള്ളുക, റിക്രൂട്ട്മെന്റ് ചെയ്യാൻ മുജാഹിദ്. ഇനി നിങ്ങൾ വേറൊരു സ്വർഗത്ത് കത്താനുള്ള വേറൊരു മാർഗം പറഞ്ഞത് നോക്ക് നിങ്ങൾ. ആ കരിങ്കല്ല് കോറിന്ന് എഴുന്നേറ്റ് വരുന്ന മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു. നിങ്ങളൊന്ന് കേട്ടോളൂ, നിങ്ങൾ ഒന്ന് പറയട്ടെ. അയാൾ പറഞ്ഞത് എന്താണെന്നറിയാം? ഒരു സ്വർഗത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പമാർഗം അയാൾ പറയുന്നു. ഒന്ന് കേട്ടോളൂ. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയുന്നു, SSF, SK, SSF, SYS ഇതിന്റെ മോളൊക്കെ കരിവാരി തേച്ചിട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കും, അല്ലാഹുവിന്റെ വഴി സ്വീകരിക്കും. കണ്ടിലകൾ 2-3 കാര്യം നമുക്ക് ഇപ്പൊ ഇതിന് കിട്ടി. സ്വർഗത്തേക്ക് പോകാനുള്ള മാർഗം എന്താ? SSF, SYS, SK, SSF ഇതിന്റെ ഒക്കെ ബോർഡുമ്മ കരിവാരി തേക്കുക. ഈ കള്ളനെ പിടികിട്ടാൻ നടക്കുന്നത് ഞങ്ങൾ കുറെ കാലമായിട്ട്. ഇപ്പോഴത് സംഗതി പുറത്താൻ കിട്ടിയത്. നിങ്ങൾ ചിന്തിക്കണം. ഏത് എന്നിട്ട് അതിന്റെ ഒക്കെ ബോർഡുമ്പോ കരിവാരി തേക്കുക. എന്നിട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കുക. അപ്പൊ ഇതുമ്പോ കരിവാരി തേക്കല. അപ്പൊ സ്വർഗത്തേക്ക് എത്താനുള്ള മാർഗം നല്ല നേതാവ് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കല് സിദ്ധാന്തങ്ങൾ കണ്ടില്ലേ? നല്ല മട്ട. ഇതൊക്കെ ഇവരെ സ്വർഗത്തേക്ക്. ഇനി സ്വർഗത്തേക്ക് ഇവർ പോകാനുള്ള മാർഗങ്ങൾ ഓരോന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. കേട്ടോളൂ. എന്താണെന്നറിയോ? മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി, അദ്ദേഹം മുജാഹിദുകൾ തന്നെ ഹദീസുകളെ തള്ളുന്നതിനെ വിമർശിക്കുന്നത് ഞാൻ കേൾപ്പിച്ചുതരാം. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ഇവർ സ്വർഗത്തേക്ക് പോണ കോലാണ്. ഇവർ മുഹ്യദ്ദീൻ റാത്തീബിനെയും മുഹ്യദ്ദീൻ മഹലൈനെയും കുത്തുബിയത്തിനും മാത്രമല്ല തള്ളണത്, ആകെ തള്ളുകയാണ്. കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചുതരാം. ഖുർആൻ പച്ചക്ക് തള്ളാൻ അവർക്ക് ഒരു വിഷമം, ജനങ്ങൾ വിടൂലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ബാറോലെയാണ്. ആരാ പറയുന്നത്? ഹദീസ് എന്നുള്ള വാക്ക് പോലും അറബിയിൽ എഴുതാൻ വയ്യാത്ത ജാഹില് പറയാണ് അത് വാറോലെയാണ്. ബുഹാരിയോ? ബുഹാരി എന്നും കൂടി പറയാൻ പറ്റുമോനെ? ഓനാ പറയണത് അതിൽ വാറോലുണ്ട്. എന്താണ് സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനം? സഹീഹുൽ ബുഖാരിയിൽ എന്താ ഉള്ളത്? ഒന്നും അറിയുകയില്ല. അത്ര വളരെ മോശമായ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് ഖൗമിനെ എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇതിന്റെ പാപഭാരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ജനമധ്യത്തിലിട്ട് പുച്ഛിച്ച് സംസാരിക്കുന്നവന്റെ പരിണിതി എന്തായിരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അള്ളാഹു കാണിച്ചു കൊടുക്കാതിരിക്കുകയില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അള്ളാന്റെ റസൂലിന്റെ ഹദീസിനെ തള്ളുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ കിട്ടും. പക്ഷെ അത് സലാം സുല്ലമിക്കും മറ്റേ മടവൂർ ഗ്രൂപ്പിനും മാത്രം ആവൂല. പിന്നെ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള ഈ ഗ്രൂപ്പിനും അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ കൊടുക്കും. അതാപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും.